Hi students, welcome to IQ Physics YouTube channel. It's me Ramisa, your physics teacher. അപ്പോൾ നമ്മൾ ഇന്ന് 10ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണല്ലോ അല്ലേ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും അറിയാം ഏതാണെന്ന് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇപ്പോൾ കറണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 10th തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് എന്താണ് കറണ്ട്, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എന്താണ് റെസിസ്റ്റിവിറ്റി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്യാണ്, റീകളക്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്കറിയാം സ്കൂളൊന്നും ഇല്ലാത്ത സമയമാണ്. അപ്പോൾ നമ്മൾ വീട് തന്നെയാണ് നമ്മുടെ സ്കൂളും എന്ന് വിചാരിച്ചിട്ട് ഒരു റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് നോട്ടൊക്കെ വെച്ച് പഠിക്കാനുള്ള സാമഗ്രികളൊക്കെ മുന്നിൽ വെച്ചിട്ട് വേണം നമ്മൾ ക്ലാസ് കേൾക്കാം കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മളെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്തിട്ട് അടുത്ത വീഡിയോ കേൾക്കുന്നതിന് മുന്നേ നിങ്ങളത് പഠിച്ചിരിക്കണം. ഓക്കെ, അതായത് ഓരോ ദിവസം എടുക്കുന്ന ഓരോ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഓരോ ദിവസം എടുക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് തരുന്നത്. എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആൻസർ ചെയ്യുന്നതോടുകൂടെ എന്തായി, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ് നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ എന്താണ് ഈ എഫക്ട്സ് എന്ന് വന്നത്? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന കുറച്ച് ഡിവൈസിന്റെ പേര് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് മോട്ടോർ, ഫാന്, അയൺ ബോക്സ് അല്ലേ. ഇതൊക്കെ നമുക്ക് പരിചയമില്ലാത്ത സാധനങ്ങളല്ല. എല്ലാം നമുക്ക് എന്താണ്, നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഡിവൈസുകളാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രിക് ബൾബ്. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ബൾബിന് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്താൽ അല്ലെങ്കിൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് എനർജി കൺവേർഷൻ? The electrical energy is converted into light energy അല്ലേ. Then electric motor, നമ്മൾ അവിടെ എന്താണ് കൊടുക്കുന്നത്? ഇലക്ട്രിക് മോട്ടറിൽ എന്താ കൊടുക്കുന്നത്? കറണ്ട് തന്നെ, ഇലക്ട്രിസിറ്റി. That electrical energy is converted into mechanical energy. മോട്ടോർ വർക്ക് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജി അല്ലേ. Then fan നമ്മൾ എന്താ കൊടുക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു, ഫാൻ കറങ്ങുന്നു, that is mechanical energy. Then ഇലക്ട്രിക്കൽ അയൺ ബോക്സ്. ഇലക്ട്രിക് അയൺ ബോക്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറ്റാണ്? ഹീറ്റ് എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. ഇവിടൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. That electrical energy is converted into another useful form of energy അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയെ മറ്റൊരു യൂസ്ഫുൾ ഫോം ഓഫ് എനർജിയിലേക്ക് എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യാണ്. That is called effects of electric current. നമുക്ക് മനസ്സിലായല്ലോ, ഇലക്ട്രിക്കൽ എനർജിയെ മറ്റു യൂസ്ഫുൾ ഫോമിലേക്ക് മാറ്റാം എന്ന് നമുക്ക് മനസ്സിലായല്ലോ. നമ്മൾ പഠിച്ചതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, പഠിച്ചല്ലേ കഴിഞ്ഞ വർഷം. എനർജി ക്യാൻ neither be created nor be destroyed but it can be converted from one form to another അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയെ മറ്റൊരു ഫോമിലേക്ക് എന്ത് ചെയ്യാണ്? ഫോം ഓഫ് എനർജിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ എനർജിക്ക് കുറെ എഫക്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ദാറ്റ് ഇപ്പോൾ നമ്മൾ എന്താണോ, ഏത് എനർജിയാണോ നമുക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ദി എഫക്റ്റ് ഓഫ് ദാറ്റ് ഡിവൈസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ബൾബിന് എന്താണ്? ലൈറ്റ് എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയും. അതുപോലെ അയൺ ബോക്സ് നമുക്ക് എന്ത് കിട്ടുന്നു? ഹീറ്റാണ് കിട്ടുന്നത്, ഹീറ്റ് എനർജിയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ദാറ്റ് ഡിവൈസ്. അതുപോലെ മെക്കാനിക്കൽ എഫക്റ്റ് ഓഫ് ദാറ്റ് ഡിവൈസ് ഇൻ മോട്ടോർ ആൻഡ് ഫാൻ. ഇനിയും കുറേ ഡിവൈസുകളുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ 4 വെച്ച് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ മറ്റൊരു യൂസ്ഫുൾ ഫോം ഓഫ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്? എഫക്റ്റ് ഓഫ് ദാറ്റ് ഡിവൈസ് അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഹീറ്റിംഗ് എഫക്റ്റും ലൈറ്റിംഗ് എഫക്റ്റുമാണ്. ഇതൊക്കെയാണ് ഹീറ്റിംഗ് എഫക്റ്റും ലൈറ്റിംഗ് എഫക്റ്റും. ഓക്കെ, ദെൻ അപ്പോൾ നമുക്കിനി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് പോയിന്റ്സ് പറയാണ്. ഇതൊക്കെയാണ് ഇലക്ട്രിക് കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇലക്ട്രിക് കറണ്ട് ആണ് പറയാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രിക് കറണ്ട്? കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ എന്ത് പറയും? സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയും? ദ ഫ്ലോ ഓഫ് ചാർജസ് അല്ലേ.
ചാർജസിന്റെ ഫ്ലോയാണ് നമ്മൾ എന്ത് പറയാ, കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈം, ഒരു സെക്കൻഡ് സമയത്ത്, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 എന്നുള്ള അർത്ഥമാണ്, അറിയാലോ. അപ്പോൾ ഒരു സെക്കൻഡ് സമയത്തേക്ക് ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന, ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് ചാർജിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ലെറ്റർ I. ലെറ്റർ I, the amount of electric charge flowing through a conductor in unit time. അപ്പൊ നമ്മള് ചാർജ് നമ്മൾ Q എടുത്തു, ടൈം നമ്മൾ T എടുത്തു. അപ്പൊ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതും, I equal to Q by T. ഇതാണ് കറണ്ടിന്റെ ഇക്വേഷൻ കേട്ടോ. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണ് I equal to Q by T. ഓക്കെ. ദെൻ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ വർഷം SLC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ക്യൂ കാണാൻ പറഞ്ഞു, അതായത് ചാർജ് കാണാൻ പറഞ്ഞു. കറണ്ടും ടൈമും തന്നിട്ട് ചാർജ് കാണാൻ പറഞ്ഞു. ഇങ്ങനെ കാണാം, Q ഈക്വൽ ടു IT. സിമ്പിൾ അല്ലേ, Q ഈക്വൽ ടു IT. ഓക്കെ. അപ്പോ ഈ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. ദെൻ യൂണിറ്റ് എന്താണ്, നമുക്ക് യൂണിറ്റ് ഉണ്ടാക്കി കൂടെ. ചാർജിന്റെ യൂണിറ്റ് എന്താണ്, കൂളോം അല്ലേ. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ കൂളോം പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് കോൾഡ് ആംബിയർ കേട്ടോ. ആംബിയർ ആണ് നമ്മൾ കറണ്ടിന്റെ യൂണിറ്റ് ആയിട്ട് പറയാം. ഇനി ഒരു സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് അമ്മീറ്റർ. അമ്മീറ്റർ അറിയാലോ. അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെ കണക്ട് ചെയ്യാം, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അതും കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചതാണ്, മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് അമ്മീറ്റർ കണക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. അതുപോലെ വോൾട്ടിമീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുന്നത് പറയും. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ വോൾട്ട്മീറ്ററിന്റെ കാര്യം പറയും. അമ്മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുക, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക സർക്യൂട്ടിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കറണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാറുണ്ട് ഷോർട്ട് ആയിട്ട്, റേറ്റ് ഓഫ് കറണ്ട് ചാർജ് എന്നും പറയാറുണ്ട്, റേറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്നും പറയാറുണ്ട്. ഓക്കെ. റേറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല, റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 സെക്കൻഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, യൂണിറ്റ് ടൈം എന്നുള്ള അർത്ഥമാണ്. Then I equal to Q by T. Equation I equal to Q by T. Q is the charge and T is the time of flow. Okay. Then unit എന്താണ്, coulomb per second, and is called ampere. Then the electric current in a circuit is measured by using ammeter. Then it is connected in series. Okay. ഇത്രയാണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ഭാഗമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമുക്ക് അതിനെ കുറിച്ചാണ് പറയാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലെറ്റർ നമ്മൾ കൊടുക്കാറ് VM, ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ V. ഓക്കെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഒരു സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അല്ലേ, ഫോർ മെയിൻറ്റെയിനിങ് ദ കറണ്ട് ഫ്ലോ ത്രൂ എ സർക്യൂട്ട് there must be a potential difference between the ends of the conductor. അല്ലേ, ഒരു കണ്ടക്ടർ എടുത്ത് സർക്യൂട്ടിൽ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ എന്ത് വേണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്താലേ എന്ത് സംഭവിക്കുള്ളൂ, കറണ്ട് ഫ്ലോ നടക്കുള്ളൂ. പഠിച്ചതല്ലേ, for a flow of current through a conductor there must be a potential difference between the ends of a conductor. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുന്നേ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട് ആണ് കേട്ടോ, വോൾട്ട്. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, മാറരുത്, മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് നമ്മുടെ സെല്ല്, അതുപോലെ ബാറ്ററി, ഇൻവെർട്ടർ ഒക്കെ. ഓക്കെ. മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, സെല്ല്, ബാറ്ററി പോലത്തെ ഡിവൈസുകൾ. എന്നാൽ മെഷർ ചെയ്യാൻ, ഇപ്പൊ ഒരു സർക്യൂട്ട്, ഒരു കണ്ടക്ടറിന്റെ രണ്ട് അറ്റങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് വോൾട്ട് മീറ്റർ. നേരത്തെ നമ്മൾ കറണ്ട് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്ത് എന്തായിരുന്നു, അമ്മീറ്റർ അല്ലേ. അതുപോലെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യാം, ഇൻ പാരലൽ, ഡിവൈസിന് പാരലൽ ആയിട്ടാണ്, അല്ലെങ്കിൽ കണ്ടക്ടറിന് പാരലൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. അപ്പോൾ മാറരുത്, അമ്മീറ്റർ കണക്ട് ചെയ്യുക സീരീസ് ആയിട്ടാണ്, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക പാരലൽ ആയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
ഇനി നമ്മൾ ക്ലിയർ ആയിട്ട് അപ്പോൾ നമ്മൾ ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താന്ന് പറയുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ ഒരു കണ്ടക്ടർ, ഒരു സർക്യൂട്ടിൽ ഒരു കണ്ടക്ടറിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, ഒരു കണ്ടക്ടറാണ്, ഈ കണ്ടക്ടറിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് ഒരു ചാർജിനെ, ഒരു ക്യൂ ചാർജിനെ കൊണ്ടുപോവാൻ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. എന്താണ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഫോർ മൂവിങ് എ ചാർജ് ക്യൂ ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ ചാർജിനെ കൊണ്ടുപോകാൻ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് പറയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ അതിന്റെ ഇക്വേഷൻ ആക്കി എങ്ങനെ എഴുതും? V equal to work done W by charge. It is the work done for moving a charge Q. It is the work done for moving a charge Q. That is W by Q. V equal to W by Q. ഇനി സാധാരണ ചോദിക്കുന്നതാണ് വാട്ട് ഈസ് 1 വോൾട്ട്. ഇനി നമ്മൾ അതാണ് പറയാൻ പോകുന്നത്. 1 വോൾട്ട് കേട്ടോ. നമ്മൾ പറയുന്നത് 1 വോൾട്ട് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1 വോൾട്ട്, നമ്മൾ 1 വോൾട്ട് വേറെ പഠിക്കാനുള്ള കാരണം കേട്ടോ. 1 വോൾട്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് വോൾട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഫോർ മൂവിങ് എ ചാർജ്, അല്ലേ, ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഇനി നമ്മൾ 1 കൂളോം ചാർജ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് 1 കൂളോം ചാർജ് ആണ് മൂവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണ്? 1 ജൂളാണ്. അങ്ങനെയെങ്കിൽ വി എത്ര ആയിരിക്കും? 1 വോൾട്ട് അല്ലേ? നോക്കാം, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? W by Q, അല്ലേ? കൂളോം ചാർജ് എത്രയാണ്? 1, അല്ലേ? ചെയ്യുന്ന വർക്ക് എത്രയാണ്? 1 ജൂൾ. അപ്പോൾ വോൾട്ട് എത്രയാണ്? വോൾട്ടേജ് എത്രയാണ്? 1 വോൾട്ട്. ദാറ്റ് ഈസ് 1 വോൾട്ട്. ഓക്കെ. അപ്പോൾ 1 വോൾട്ട് എന്താ? വാട്ട് ഈസ് 1 വോൾട്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? എന്താണ് 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ? If the work done for moving a charge of 1 coulomb, ഒരു കുളോം ചാർജിനെ for moving 1 coulomb charge from one point to another point, ഒരു പോയിന്റിൽ നിന്ന് ഒരു കുളോം ചാർജിനെ മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന വർക്ക് 1 ജൂൾ ആണെങ്കിൽ then പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 1 വോൾട്ട്. ഓക്കെ, ദാറ്റ് ഈസ് 1 വോൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയല്ലോ? നമുക്ക് ഇക്വേഷനിൽ കൊടുത്തിട്ട് ചെയ്താലും പെട്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ നമ്മൾ ഇങ്ങോട്ട് വന്നു. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞത്? 1 വോൾട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? 1 വോൾട്ട് ഈസ് ദ വർക്ക് ഡൺ ഫോർ മൂവിങ് എ ചാർജ് ഓഫ് 1 കൂളോം, അല്ലേ? 1 കൂളോം ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന വർക്ക് 1 ജൂൾ ആണെങ്കിൽ നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര ആയിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? 1 വോൾട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നേരെ തിരിച്ചും ചോദിക്കും. തിരിച്ചു മീൻസ് നമ്മളെ ഇക്വേഷൻ എന്തായിരുന്നു? V equal to W by Q. ഇനി ഇതിന് വർക്ക് എത്രയെന്ന് ചോദിക്കും. വോൾട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാർജ് തന്നിട്ട് വർക്ക് കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും? W equal to VQ. സിമ്പിൾ അല്ലേ? ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ ചാപ്റ്ററിൽ 2 എഫക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഫക്റ്റ് പറയാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിലേക്ക് പോവാണ് നമ്മൾ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്നാൽ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ട് ഒരു ഡിവൈസിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അയൺ ബോക്സ്, ഹീറ്റർ, ഇതിലൊക്കെ എന്താണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ട് അവിടെ നമുക്ക് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന് പറയുന്ന പേരാണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ഹീറ്റ് ഇൻ എ സർക്യൂട്ട് ഓൺ പാസിംഗ് കറണ്ട് പാസ് ചെയ്തിട്ട് നമ്മളൊരു ഡിവൈസിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ജൂൾ ഹീറ്റിംഗ് ചോദിച്ചാൽ എന്ത് പറയും? ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ഹീറ്റ് on a electric device by passing electric current. ഓക്കെ, അപ്പോൾ അതാണ് ഓമിക് ഹീറ്റിംഗ് അല്ലെങ്കിൽ ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡിവൈസിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്.
ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അതിന് മുന്നേ ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് പറയാം. ഒന്ന് കറണ്ട്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് I. Then resistance of the conductor, നമ്മൾ പഠിച്ചില്ല റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ദെൻ ടൈം ഓഫ് ഫ്ലോ, ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഈ 3 ഫാക്ടേഴ്സാണ് ആ ഡിവൈസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് അതിലേക്കാണ് പോകുന്നത്. അതുമായി റിലേറ്റ് ചെയ്ത ലോ ആണ് ജൂൾസ് ലോ. അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതുമായി റിലേറ്റ് ചെയ്തിട്ടൊരു ലോ ഫോർമുലേറ്റ് ചെയ്ത ആളാണ് ജോൺ പ്രിസ്കോട്ട് ജൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ്, ആ ലോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് ചെറിയൊരു സിമ്പിൾ എക്സ്പെരിമെൻറ്റും ഞാൻ ഇവിടെ പറയാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ജൂൾസ് ലോ, ആദ്യം ഞാൻ ജൂൾസ് ലോ സ്റ്റേറ്റ്മെന്റ് പറയാം. നമ്മളെ SLC എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ജൂൾസ് ലോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റേറ്റ് ചെയ്യാം, ശ്രദ്ധിക്കുക. ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറണ്ട്, പ്രോഡക്റ്റ് ഓഫ് ദി സ്ക്വയർ ഓഫ് ദ കറണ്ട്, the resistance of the conductor and the time of flow of current. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? 3 ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചു, കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം. അപ്പോൾ അത് വെച്ചിട്ടുള്ള ലോ ആണ്, പഠിക്കാൻ സിമ്പിൾ ആണ്. ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ്, എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാം, ഓരോ പോയിന്റ് മനസ്സിലാക്കി പഠിക്കാം. സ്ക്വയർ ഓഫ് ദി കറണ്ട്, കറണ്ടിന്റെ സ്ക്വയർ ആണ്. Then resistance of the current conductor and time of flow. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? H heat proportional to I square into R into T. അല്ലേ, ഒന്നേ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞു, ഈ പ്രൊഡക്റ്റിനോടാണ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, പ്രൊപ്പോർഷണാലിറ്റി സൈൻ വെച്ച് നമുക്ക് പ്രോബ്ലം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ എന്തായി റീപ്ലേസ് ചെയ്തു? നമ്മുടെ ഈക്വൽ സൈൻ ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ ഇക്വേഷൻ എന്തായിട്ട് മാറി? H equal to I squared RT. എന്താണ്? H equal to I squared RT. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് നന്നായി പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക. ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ദെൻ ഇപ്പം എന്താ പറഞ്ഞ നമ്മള്? ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദി, എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ആണ്? അങ്ങനെ ആലോചിക്കാം, അവരെ പോയിന്റ്സ് ആലോചിച്ചിട്ട് പറയാം കേട്ടോ. പ്രൊഡക്റ്റ് ഓഫ് ദി സ്ക്വയർ ഓഫ് ദി കറണ്ട്. സ്ക്വയർ, ചില ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ക്വയർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഓരോ പോയിന്റും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സ്ക്വയർ ഓഫ് ദി കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ദെൻ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? H equal to I squared RT. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പം ഇനി നമ്മൾ റിലേഷൻ പറയണം. ഓക്കെ, ആരൊക്കെ തമ്മിൽ? ഹീറ്റും കറണ്ടും, ഹീറ്റും റെസിസ്റ്റൻസും. അതായത് ഒന്ന് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് മറ്റു നമ്മൾ റിലേഷൻ പറയാം. അപ്പം അതായത് റിലേഷൻ മീൻസ് ഐ ചേഞ്ച് വന്നാൽ ഹീറ്റ് എങ്ങനെ ചേഞ്ച് ആവും, റെസിസ്റ്റൻസിന് ചേഞ്ച് വന്നാൽ ഹീറ്റ് എങ്ങനെ ചേഞ്ച് ആവും, ടൈമിന് ചേഞ്ച് വന്നാൽ ഹീറ്റ് എങ്ങനെ ചേഞ്ച് ആവും. അങ്ങനെ ഒരു ചേഞ്ച് ഹീറ്റിന്റെ ചേഞ്ച് എങ്ങനെ ഹീറ്റിനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ അത് വെച്ചുള്ള റിലേഷൻ പറയാം. അപ്പോൾ നോക്കാം, ആദ്യം ഹീറ്റും കറണ്ടും തമ്മിലുള്ള റിലേഷൻ. 6 കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഹീറ്റും കറണ്ടും തമ്മിലുള്ള റിലേഷൻ പറയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കറണ്ടിനെ ഡബിൾ ആക്കുക. കറണ്ടിനെ ഡബിൾ ആക്കുക മീൻസ് ഐ എന്തായിട്ട് മാറും? 2I ആയിട്ട് മാറും. ശ്രദ്ധിക്കാം, ഐ എന്നുള്ളത് 2I ആയിട്ട് മാറും. 2I ആയിട്ട് മാറിയാൽ നമ്മൾ എന്ത് ചെയ്യണം? 2Iന്റെ സ്ക്വയർ ആണ് നമ്മൾ കാണേണ്ടത്. ബാക്കി RT അതുപോലെ എഴുതാം. ദെൻ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? 4, 2 square 4 I square അല്ലേ? 4I square RT. I squared RT എന്ന് പറഞ്ഞാൽ എന്താ? H അല്ലേ, നമ്മുടെ ഹീറ്റ് അല്ലേ. ഞാൻ പുതിയ ചേഞ്ച് ആയ ഹീറ്റ് എന്ന് കാണിക്കാനാണ് ഞാൻ H ഡാഷ് വെറുതെ കൊടുത്തതാണ് കേട്ടോ. മുകളിൽ ജസ്റ്റ് വെറുതെ ഒരു H ഡാഷിന് കൊടുത്തതാണ്. H ഡാഷ് ഈക്വൽ ടു 4H. അതിന്റെ അർത്ഥം എന്താണ്? പഴയ Hന്റെ 4 ടൈംസ് ആണ് എന്ത് നമ്മളെ ചേഞ്ച് ചെയ്ത H എന്ന് പറയുന്നത്. 4 ടൈംസ് ആണ് ഹീറ്റ് ചേഞ്ച് ചെയ്യുക എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ആണ് ഡബിൾ ചെയ്യാനുള്ളത്. ഇനി ട്രിപ്പിൾ ചെയ്താൽ എന്ത് കൊടുക്കും? 3 കൊടുക്കും. ഹാഫ് ആക്കിയാൽ 1/2 കൊടുക്കും. അപ്പോൾ നമ്മൾ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിൽ ലാസ്റ്റ്
നമുക്കിനി ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ ഡബിൾ ആയത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ തരും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഐ സ്ക്വയർഡ് ആർ ടി. അപ്പോൾ ഐ സ്ക്വയർഡ് ആർ ടി അല്ലേ, ഐ സ്ക്വയർഡ് ആർ ടി നമ്മൾ എന്ത് കൊടുത്തു, ഐ ഡബിൾ ചെയ്തു, ദെൻ സ്ക്വയർ ചെയ്യുമ്പോൾ 2 സ്ക്വയറും ഐ സ്ക്വയർ 4i സ്ക്വയർ ആർ ടി. ദെൻ ഐ സ്ക്വയർഡ് ആർ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച്, നമ്മുടെ സാധാ ഹീറ്റ് അല്ലേ, നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ സ്ക്വയർഡ് ആർ ടി എന്നുള്ളടത്ത് എന്ത് കൊടുത്തു, എച്ച് കൊടുത്തു. അപ്പോൾ എച്ച് ഡാഷ് ഈക്വൽ ടു 4h എന്ന് വരും. ദാറ്റ് മീൻസ് 4 ടൈംസ് എന്ത് ചെയ്യും, ചേഞ്ച് ആയി അതിൻ്റെ അർത്ഥം. ഇനി ഇത് മോഡൽ ബാക്കി ഞങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരും. ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ, അതേ സ്റ്റെപ്പിൽ ചെയ്ത് നോക്കാം. ദെൻ റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് റെസിസ്റ്റൻസ്. ഹീറ്റും റെസിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ ബൈ പുട്ടിങ് ഐ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് റെസിസ്റ്റൻസും അതുപോലെ തന്നെ നമ്മുടെ ഹീറ്റും എങ്ങനെ ചേഞ്ച് ആവുന്നു നോക്കാം. നമ്മുടെ പ്യൂർ ഇക്വേഷൻ ആദ്യം എഴുതാം. ദെൻ എന്ത് ചേഞ്ച് ആണ് ഇവിടെ വരുത്തുന്നത്, നമ്മൾ എന്താ പറയുക, ഇവിടെ ചെയ്ത പോലെ തന്നെ R ഡബിൾ ചെയ്യുക. R ഡബിൾ ചെയ്യുമ്പോൾ R എന്തായിട്ട് മാറും, 2R ആയിട്ട് മാറും. ഓക്കെ, ദെൻ എച്ച് ഡാഷ് എന്തായിട്ട് മാറും, 2i സ്ക്വയർഡ് ആർ ടി എന്ന് 2 പുറത്തെടുത്തിട്ട് ഐ സ്ക്വയർഡ് ആർ ടി എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ. ഐ സ്ക്വയർഡ് ആർ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാ എച്ച്. അപ്പോൾ എച്ച് ഡാഷ് എന്ന് പറഞ്ഞാൽ 2h, അതായത് ആദ്യത്തെ എച്ചിനേക്കാൾ എന്തായി, ഡബിൾ ചെയ്യുന്നതാണ് അർത്ഥം. അപ്പോൾ ആറ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ എച്ചും എന്തായി, ഡബിളായി. ഓക്കെ, അപ്പോൾ ഇതും അതുപോലെ തന്നെ എന്തായി നമ്മളെ പിന്നെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിൽ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ജസ്റ്റ് നമുക്ക് ടൈമിന്റെ ഒന്നും കൂടി ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ റിലേഷൻ വിത്ത് ടൈം ജസ്റ്റ് ഒന്ന് ചെയ്യാണ്. ഇവിടെ ടൈം പ്യൂർ ഇക്വേഷൻ ഉണ്ട്, എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി. നേരത്തെ ചെയ്ത പോലെ തന്നെ ടിയും നമ്മൾ ഡബിൾ ചെയ്യാം. ആദ്യം ഇപ്പോൾ 2 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് 4 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ടൈം ഇപ്പം ഉണ്ടായിരുന്നേക്കാളും ഡബിൾ ആക്കി നോക്കിയാൽ എന്ത് ചെയ്താൽ ഹീറ്റിൽ ഉണ്ടാവാന്ന്. ഓക്കെ, അപ്പോൾ ടൈം ഡബിൾ ചെയ്തു. അപ്പോൾ ടി എന്നുള്ള എന്തായിട്ട് മാറി, 2t ആയിട്ട് മാറി അല്ലേ. ദെൻ 2 ഈക്വൽ ടു എച്ച് ഡാഷ് ഈക്വൽ ടു 2i സ്ക്വയർഡ് ആർ ടി എന്ന് അല്ലേ. 2നെ ജസ്റ്റ് ഞാൻ പുറത്തെടുത്തു, നമുക്ക് ഈ പ്യൂർ ഇക്വേഷൻ നമുക്ക് വേറെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഐ സ്ക്വയർഡ് ആർ ടിന്റെ പകരം എന്ത് കൊടുത്തു, എച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ എച്ച് ഡാഷ് എന്തായിട്ട് മാറി, 2h. അതായത് എച്ചിനേക്കാളും ഡബിളായി. ഒന്നും ചെയ്തിട്ടില്ല, 6 ചെയ്ത പോലെ തന്നെ 6 എങ്ങനെയാണോ ചേഞ്ച് ആവുന്നത് അതുപോലെ തന്നെ ടിയും എന്താവാ, വാരി ആവാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ടീനെ ഡബിൾ ചെയ്തു, ദെൻ ജസ്റ്റ് 2നെ പുറത്തെടുത്തു. ഈ ഒരു പ്യൂർ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ദെൻ ഐ സ്ക്വയർഡ് ആർ ടി എച്ച്. ക്ലിയർ ആയല്ലോ. എച്ച് ഡാഷ് പുതിയ ന്യൂ എച്ച് എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് ചേഞ്ച്. എങ്ങനെ ഹീറ്റ് ചേഞ്ച് ആയത്, ആദ്യമുള്ള ഹീറ്റിനേക്കാളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്തായി, ഡബിൾ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ. അപ്പം 3 റിലേഷനും, അതായത് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്താൽ എങ്ങനെ ഹീറ്റ് ചേഞ്ച് ആവും, അതുപോലെ കറണ്ട് ചേഞ്ച് ചെയ്താൽ എങ്ങനെ ഹീറ്റ് ചേഞ്ച് ആവും, അതുപോലെ ടൈം ചേഞ്ച് വരുത്തുമ്പോൾ എങ്ങനെ ഹീറ്റ് ചേഞ്ച് ആവും എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഓരോ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിൽ ലാസ്റ്റ് തരും. അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ജൂൾ ഇക്വേഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞ നമ്മളെ ജൂൾ ഇക്വേഷൻ കിട്ടി, എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി. ആ ഇക്വേഷൻ നമുക്ക് വേറെ 2 ഫോമും കൂടെ ഉണ്ട്. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താണ്, എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി. നമുക്കറിയാം ഓംസ് ലോ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഐ ഈക്വൽ ടു വി ബൈ ആർ പഠിച്ചതല്ലേ. ഈ ഐ ഈക്വൽ ടു വി ബൈ ആർ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, നമ്മുടെ ജൂൾസ് ലോന്റെ ഐന്റെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും, ഐന്റെ സ്ഥാനത്ത് വി ബൈ ആർ വരും അല്ലേ. വി ബൈ ആർ ഓൾ സ്ക്വയർ ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ അല്ലേ വരിക, ഇൻറ്റു ആർ ടി. ദെൻ വി സ്ക്വയർ ബൈ ആർ. ഈ ആറും ഇവിടെ സ്ക്വയർ ആണ്, ആറിന് ഒരു ആറും കട്ട് ചെയ്യും. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, പ്രാക്ടീസ് ചെയ്യണം. വി ബൈ ആറ് ഓൾ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ആറിന് സ്ക്വയർ ആണ്, ഇവിടെ ആറാണ്. അപ്പൊ ഈ ആർ എന്ത് ചെയ്യുന്നു, ഇവിടെ കട്ട് ചെയ്ത് പോകുന്നു അല്ലേ. അപ്പോൾ എന്തായിരുന്നു ഫൈനൽ ഇക്വേഷൻ, വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അപ്പൊ എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഇതാണ് ജൂൾ ഇക്വേഷന്റെ വേറൊരു ഫോം എന്ന് പറയുന്നത്. എന്താണ്, എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. എന്താ നമ്മൾ ചെയ്തത്, ഓംസ് ലോ പ്രകാരം ഐന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, വി ബൈ ആർ കൊടുത്തു. സ്ക്വയർ ചെയ്യുമ്പോൾ വി ബൈ ആർ ഓൾ സ്ക്വയർ ഇൻറ്റു ആർ ടി എന്ന് വരും. ആറും ഇവിടെ ഒരു ആറും കട്ട് ചെയ്താൽ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് വരും. ദിസ് ഈസ് ദ അനദർ ഫോം ഓഫ് ജൂൾസ് ലോ, ജൂൾസ് ഇക്വേഷൻ. ദെൻ രണ്ടാമത്തെ ഫോം
നമ്മൾ ഏതാണ് മാറ്റുന്നത്? ഓംസ് ലോ പ്രകാരം തന്നെ ആറാണ് ചേഞ്ച് ചെയ്യുന്നത്. ആരെങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? ആറ് ഓംസ് ലോ, അക്കോർഡിംഗ് ടു ഓംസ് ലോ ആർ ഈക്വൽ ടു വി ബൈ ഐ. അപ്പൊ നമ്മൾ ആറിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? വി ബൈ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ എന്ത് കിട്ടും? ഐ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാല് വി ബൈ ഐ ഇൻറ്റു ടി. ഇവിടെയും അതുപോലെ തന്നെ ഐ സ്ക്വയറിൽ ഒരു ഐയും ഇവിടുത്തെ താഴെയുള്ള ഐയും കട്ട് ചെയ്ത് പോയാൽ എച്ച് ഈക്വൽ ടു ഐ വി ടി എന്ന് വരും. അപ്പൊ നമ്മളൊരു ഫ്ലോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതി എച്ച് ഈക്വൽ ടു വി ഐ ടി എന്ന് എഴുതി. അപ്പൊ ജൂൾസ് ലോന്റെ വേറെ രണ്ട് ഇക്വേഷൻ കൂടെ നമുക്ക് കിട്ടി. എന്താണ്? എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഈക്വൽ ടു വി ഐ ടി. ഇപ്പൊ 3 ഇക്വേഷൻ ആണ് നമുക്ക് ജൂൾസ് ലോന്ന് കിട്ടിയത് അല്ലേ? എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി, എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഈക്വൽ ടു വി ഐ ടി. ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ടും പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുണ്ട്. പഠിക്കാം കേട്ടെ. ഓക്കെ, അപ്പോ നമ്മൾ 3 ഇക്വേഷൻ ആണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 3 ഇക്വേഷനും ബൈഹാർട്ട് ആയാലേ നമ്മൾ ഈ പ്രോബ്ലം നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കുക. നമ്മൾ അതുപോലെ തന്നെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആൻസർ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പറയാം. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷൻ കിട്ടിയല്ലോ. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ ടി, എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഈക്വൽ ടു വി ഐ ടി. ദിസ് ഈസ് ദ ഇക്വേഷൻസ് ഓഫ് ജൂൾസ് ഇക്വേഷൻ. ഓക്കെ, ജൂൾസ് ഇക്വേഷൻ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ലെക്ചർ നോട്ടുകൾ നിങ്ങൾ എഴുതിയിട്ട് നമ്മൾ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവട്ടെ, എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.